ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യം കേട്ട് സാർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഇതിന് നല്ലൊരു സമയം ഇനി ഞങ്ങൾക്ക് വരെ കിട്ടത്തില്ല കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പറയാൻ. സാർ വിചാരിക്കുന്ന പോലെ ഞാനുണ്ടപ്പം വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഒരു റിലേഷൻ മാത്രമല്ല, ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. മനഃപൂർവ്വമല്ല ഇതൊന്നും സാറിൻ്റെ അടുത്ത് ഞങ്ങൾ പറയാതിരുന്നത്, പക്ഷെ പേടിച്ചിട്ടാണ്. ഞങ്ങൾ 2 ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ ഫാമിലിയിൽ നിന്നാണ് ബോസ് പറഞ്ഞത്. നമ്മുടെ അച്ഛന്മാരുടെ എതിർപ്പ് അവരിന്നും ഒരുമിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിടയിൽ തന്നെ 1000 പ്രശ്നത്തിനിടയിൽ നമുക്കിത് ബോസിനെ അറിയിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പക്ഷേ ബോസ് ഇതിൽ സീരിയസ് ആവുന്ന തോറും നമ്മളിത് പറയാൻ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ എന്തൊക്കെയോ സാഹചര്യം കൊണ്ട് ഇത് നീങ്ങിപ്പോയി. ഒരുപക്ഷെ ബോസ് നമ്മളിപ്പോൾ പറഞ്ഞൊന്നും വിശ്വസിക്കില്ലായിരിക്കും. പക്ഷേ ഇതാണ് സത്യം. ജെസ്സിയും പറയാൻ ശ്രമിച്ചിരുന്നു, ഞാനും ശ്രമിച്ചിരുന്നു. ഞാനൊരിക്കൽ ബോസിനെ ഫോട്ടോ വരെ കാണിക്കാൻ ശ്രമിച്ചതാണ്. ബോസിൻ്റെ തെറ്റാണെന്ന് പറയുന്നില്ല, പക്ഷെ വൈകിപ്പോയി, ഒരുപാട് വൈകിപ്പോയി. മാപ്പ് ചോദിക്കാൻ പറ്റുന്നൊരു തെറ്റല്ല നമ്മൾ ചെയ്തതെന്നും അറിയാം. ബോസിൻ്റെ തീരുമാനം എന്താണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇനി ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ വളരെ മോശമാണെന്ന് തോന്നിയാണ്ടാണ് ഇപ്പോഴെങ്കിലും പറഞ്ഞു. ഓഫീസിലുണ്ടായി ഞങ്ങളുടെ വഴക്കും പ്രശ്നങ്ങളൊക്കെ റിയലായിരുന്നു. അതിൽ നിന്ന് പിന്നീട് ഞങ്ങൾ ഒരുമിക്കാനും തീരുമാനിച്ചത്. പക്ഷേ ഇതിനകത്ത് പെട്ടുപോയത് അമൽ സാറാണ്. ഞങ്ങൾ നേരത്തെ പോലെ പല പ്രാവശ്യം സാറിനടുത്തെല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചതാണ്. അന്നും ഇന്നും എല്ലാം ഞങ്ങൾ ഭയന്നത് ഒരൊറ്റ കാര്യത്തിലാണ്, ഞങ്ങളുടെ ജോലി. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും നാളും പിടിച്ചു നിന്നത്. ഞങ്ങൾ സ്വയം ന്യായീകരിക്കുന്നുമല്ല. അതുകൊണ്ട് തന്നെ അമൽ സാറിന് ഞങ്ങൾക്കെതിരെ എന്ത് ആക്ഷൻ വേണം എടുക്കാം. ഞങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം, വേണമെങ്കിൽ സാറിന് ചീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാം. ഇനി ഞങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. മാത്രമല്ല സാറിനെ ഞങ്ങൾക്ക് ഫേസ് ചെയ്യാനും പറ്റത്തില്ല. സാറിന് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. പക്ഷെ ഒരു കാര്യം പറയാം, സാറിനെ ഞങ്ങൾ ഒരിക്കലും മനസ്സുകൊണ്ടോ ഒരു രീതിയിലും ദ്രോഹിക്കാൻ ഞങ്ങൾ മനഃപൂർവ്വം നിന്ന് തന്നിട്ടില്ല. ബോസ് നമ്മളെപ്പോഴും ബോസ് തരുന്ന സ്നേഹം അങ്ങനെ തന്നെ തിരിച്ചു തന്നെ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ വന്നില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നേനെ. ഇതിപ്പോൾ നമുക്കത് പറയാനുള്ള യോഗ്യതയില്ലെന്ന് അറിയാം. എല്ലാത്തിനും സോറി സാർ. ഇത് പറയാനാ ഞങ്ങൾ സാറിനെ കാണണമെന്ന് പറഞ്ഞത്. ഇനി സാറ് എന്ത് ആക്ഷൻ എടുത്താലും ഞങ്ങളെ വിളിച്ച് പറഞ്ഞാൽ മതി. പോവാം. എനിക്ക് പറയാനുള്ള കൂടെ കേൾക്ക്. സത്യം പറഞ്ഞാൽ ഈ കേസ് ആദ്യം ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഷോക്കായെന്നുള്ളതൊക്കെ സത്യമാണ്. നിങ്ങളുടെ ഒരു ഭാര്യയും ഭർത്താവാണെന്ന് ഞാൻ അറിയുന്നത് ഇപ്പം ഈ പറഞ്ഞപ്പോഴൊന്നുമല്ല. പിന്നെ ഏകദേശം ഒരു മാസമായി ക്രിസ്റ്റീനെ വഴിക്ക് ഞാൻ ഈ സത്യം ഇറങ്ങിയത്. അവളിതെങ്ങനെ അറിഞ്ഞു? ഒരു പെണ്ണ് സത്യം കണ്ടുപിടിക്കാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവളെ തടയാൻ ദൈവത്തിന് പോലും പറ്റില്ല. എല്ലാം ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ കൊല്ലാനുള്ള ദേഷ്യമാണ് വന്നത്. പക്ഷെ അതങ്ങനെ ഡീൽ ചെയ്യേണ്ട നിൻ്റെ അടുത്ത് പറയുന്നതും ക്രിസ്റ്റീൻ എന്നായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളുടെ അടുത്ത് ഞാൻ കാണിച്ച ഓരോ കാര്യങ്ങളും എൻ്റെ പ്രതികാരമാണ്. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ശരിക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു, രണ്ടുപേര്. നിങ്ങളെൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചെന്നിറങ്ങിയപ്പം എൻ്റെ സമനിലേറ്റിപ്പോയി. ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോഴും സത്യം പറഞ്ഞ ഉള്ളിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ഈ തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിൻ്റെ പ്രതികാരം കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ചുറ്റും. ഞാനും അതുപോലൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ നിങ്ങളിപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞപ്പോഴേ എന്താ എനിക്ക് ഈ തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന് പ്രതികാരം ചെയ്യാത്ത കുറേ ആൾക്കാരില്ലേ, ഇതുപോലെ ഞാനും അങ്ങനെ ആയിരിക്കും. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരെ ദ്രോഹിക്കാൻ മനസ്സ് വരുന്നില്ല. ശരിയെന്നാ.